ജോഷില, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ ഈ വീടുകളുടെ എല്ലാം അടിത്തറ അത് അത്രയും ഭദ്രമാക്കി കൊടുത്തിരിക്കുന്നു. അവിടെ സർക്കാർ നൽകുന്ന ഒരു ഉറപ്പ് കൂടിയില്ലേ? അതായത് ഇനി ഇതുപോലൊരു പ്രകൃതി ദുരന്തം വന്നാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങളുടെ ഭവനം സുരക്ഷിതമായിരിക്കും, അത് അത്ര ഉറപ്പോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് യാതൊരുവിധ. കാരണം നമുക്കറിയാം, അവിടെ വന്ന് താമസിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ ഒരു അസുരരാത്രി എന്ന് പറയുന്ന ഒരു കാളരാത്രി കഴിഞ്ഞ് വന്നവരാണ്. അവർക്കിനി ഒരിക്കലും അങ്ങനെ പേടിക്കേണ്ട ഒരു രാത്രി ഉണ്ടാവില്ല എന്ന് തുറന്നു പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് കൊടുക്കുന്ന നിർമ്മാണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ അടിത്തറയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു അർത്ഥം കൂടിയല്ലേ? തീർച്ചയായും സിന്ധൂരി, നമുക്ക് സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ദുരന്തം നേരിട്ട് കണ്ട ആളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, അത് ഇത്രയും സൂക്ഷ്മമായ തലത്തിൽ ജനങ്ങളെ നിരീക്ഷിച്ച് അല്ലെങ്കിൽ ദുരന്തബാധിതരെ നിരീക്ഷിച്ച് അവരുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളിലും കൈത്താങ്ങായി നിന്ന ഒരു സർക്കാർ അത് ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം സിന്ധൂരി പറഞ്ഞതുപോലെ ഇവിടുത്തെ അടിത്തറ മാത്രമല്ല പ്രശ്നം. അന്നത്തെ ആ ദുരന്തത്തിൽ ആകെ മാനസിക നില പോലും തെറ്റുന്ന ഒരവസ്ഥ, മനസ്സിന്റെ താളം തെറ്റുന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങൾ പോയിട്ടുള്ളത്. അതായത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ആളുകൾ എന്ന് പറയുന്നത് ഒന്നും ഇല്ലാതെ, അതായത് പ്രാണൻ മാത്രം രക്ഷപ്പെട്ടു പോയ ആളുകളുണ്ട്. അവർക്ക് പിന്നീട് ആലോചിക്കാൻ പോലും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും വയ്യാത്ത വിധത്തിലുള്ള ദുരന്തത്തിലേക്കാണ് അവരെ പ്രകൃതി എടുത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. കാരണം ബന്ധുക്കളില്ല, അതുവരെ ഒരുമിച്ച് കിടന്നിറങ്ങിയിരുന്ന മക്കളില്ല, അച്ഛനും അമ്മയുമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ, അവരെ കൗൺസിലിംഗ് നടത്തി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുള്ള പണം മറ്റു രീതിയിൽ കണ്ടെത്തുന്നു. അങ്ങനെ അവർക്കുള്ള ഭക്ഷണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വസ്ത്രത്തെക്കുറിച്ചോ ഒരാശങ്കയില്ലാത്ത വിധത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്നു. അതായത് നഷ്ടങ്ങളെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ ഒരു പോലും നൽകാതെ അത്തരത്തിൽ അവരെ ചേർത്ത് പിടിച്ച ഒരു സർക്കാർ, അതൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച ഒരു സർക്കാർ ഈ ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊരിക്കലും മറ്റൊരു കാര്യത്തിന് ആശങ്കപ്പെടുന്ന ഒരു സന്ദർഭം അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അവരുടെ മാനസിക നിലയൊക്കെ തന്നെ ഈ ഒരു രീതിയിലേക്ക്, അതിജീവനത്തിലുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തു. അതിനുശേഷം അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പുറത്ത് നടത്തിയത്. ടൗൺഷിപ്പിന് സ്ഥലം കണ്ടെത്തി 43 കോടിയിലധികം രൂപ കെട്ടിവെച്ചു, കോടതിയിൽ കെട്ടിവെച്ച് അത് ഈ ഒരു സ്ഥലം ഏറ്റെടുത്തു. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ സ്ഥലം ഏറ്റെടുത്തു. അതേസമയം തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു. അവരെയും ചേർത്ത് പിടിക്കുന്നു, അവർക്ക് വേണ്ടുന്ന പണം നൽകുന്നു, അങ്ങനെ നഷ്ടപരിഹാരം നൽകുന്നു. അങ്ങനെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന, അവരുടെ പ്രയാസങ്ങളൊക്കെ തന്നെ കണ്ടറിയുന്ന സർക്കാർ, അത് വലിയൊരു കാര്യമാണ്. അത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് സിന്ധൂരി ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം. ഈ വീടിന്റെ അടിത്തറ എന്ന് പറയുന്നത്, ഞാൻ അവരുടെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയാൻ കാരണം, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അവരുടെ അതിജീവനത്തിന്റെ സമയത്തുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. ഇനിയും ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു മാനസിക പ്രയാസമുണ്ടാകും. അതൊന്നും ഇല്ലാത്ത വിധത്തിൽ അത്രയ്ക്ക് ഭദ്രമായ രീതിയിൽ അടിത്തറ ഒരുക്കുന്നു. അതേ രീതിയിൽ തന്നെ റോഡുകളുടെ പ്രവർത്തനം, വീടുകളുടെ അടിത്തറ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് റോഡുകളുടെ അടക്കം ഫൗണ്ടേഷൻ ഏറ്റവും ഉപകരണങ്ങൾ സ്ഥലമാണോ അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഏരിയ എന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ജോഷില കാണിക്കുന്ന ഈ ഒരു സ്ഥലമാണല്ലേ, ആ പുൽത്തകിടി? തീർച്ചയായും ഫേസ് 1 ഞാനുള്ളത്. ഫേസ് 3 ഈ പുൽത്തകിയുടെ പൂർണ്ണമായും എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞതാണ്. ഫേസ് 3 ഇന്നലെ നമ്മൾ കാണിച്ചത്. ഇന്ന് ഫേസ് 1 ഈ പുൽത്തകിടി അടക്കം, അതായത് ഒരു പാർക്കിന്റെ രീതിയിൽ സെറ്റാക്കിയിരിക്കുന്ന പുൽത്തകിടി, ഇത് 8 വീടുകൾക്ക് നടുവിലാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സ്ഥലം. അതായത് ഇവർക്ക് കൂടിച്ചേരാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലം 8 വീടുകൾക്ക് നടുവിൽ ഇത്തരത്തിലുള്ള സ്ഥലം വരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരുടെ മാനസിക ഉല്ലാസത്തിന്, ശാരീരിക ഉല്ലാസത്തിന്, ഇതൊക്കെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു സർക്കാർ. അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നും തന്നെ ടൗൺഷിപ്പിനുള്ളിലില്ല. തീർച്ചയായും കൈക്കുള്ളിൽ നിർത്തിക്കൊണ്ട് അവർക്ക് ഒരു തരത്തിലും മാനസിക പ്രയാസങ്ങളില്ലാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിൽ എല്ലാം യാഥാർത്ഥ്യമാക്കുന്ന ഒരു സർക്കാർ. അതെങ്ങനെ ഇത്രയേറെ നിരീക്ഷിച്ചുകൊണ്ട് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് അത്രയേറെ മാനസികമായി ഇവരോട്
അടുപ്പം കാണിക്കുന്നത് കൊണ്ടാണ് അത് നടപ്പിലാക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ ആളുകൾ അവർക്കുമുണ്ട്. ആ തൊഴിലാളികൾ എല്ലാവരും തന്നെ രാവിലെ രാപ്പകൽ ഭേദമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുരന്ത ബാധിതർക്ക് വേണ്ടി അവരെ എങ്ങനെയെങ്കിലും ഈ വീടുകളിലേക്ക് ആക്കണം, സുരക്ഷിതരാക്കണം എന്നുള്ള മാനസികാവസ്ഥയോട് കൂടി തന്നെയാണ് അവരും ഈ പ്രവൃത്തിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സിന്ധൂരി. തീർച്ചയായും നമുക്ക് അവരെ ഒന്നും ഈ ഒരു നിമിഷം, നാളത്തെ ഒരു ദിവസം അവരെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ അവരവരുടെ ആ ഒരു സമയത്തെ പൂർണ്ണമായും അത്ര അർപ്പണബോധത്തോടെ ഈ ഒരു ജനതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ജോഷിയ, ഞാൻ ഇവിടെ നമ്മുടെ പ്രേക്ഷകരിലേക്കൊന്ന് പോകുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രേക്ഷകൻ ദേവരാജൻ പറഞ്ഞിരിക്കുന്നത്, ജോഷിലിയുടെ റിപ്പോർട്ടിംഗ് ജീവിതത്തിലെ 2 ദിനങ്ങൾ, ഒന്ന് ദുരന്തബാധിതർക്കൊപ്പം ഹൃദയവേദനയോടെ വിതുമ്പലോടെ നടത്തിയ റിപ്പോർട്ടിംഗ്, നാളെ ഏറെ സന്തോഷത്തോടെയുള്ള റിപ്പോർട്ടിംഗ്. അപ്പോൾ അതൊന്ന് ആ ഒരു ദിവസം ഒന്ന് ആലോചിക്കുമ്പോൾ ഒരു പക്ഷെ നാളെ ഈ ദേവരാജൻ പറഞ്ഞതുപോലെ തന്നെ അത്രയേറെ ആത്മസംതൃപ്തിയോടെ സന്തോഷത്തോടെ ആ ജനതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഒരു പക്ഷെ എപ്പോഴെങ്കിലും മനസ്സിലാക്കുക എല്ലാം നശിച്ച ആ ഒരു ദിവസം ജോഷിയുടെ മനസ്സിലേക്ക് വന്നു പോയേക്കാം അല്ലേ? എന്നാൽ അതിന്റെ ഓർമ്മകൾ പോലും അവരിലേക്ക് എത്തിക്കാതിരിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തയ്യാറാണ്. തീർച്ചയായും ഇന്ന് വരെ ആ ഒരു ദുരന്തത്തിന് ശേഷം ആ ഒരു 2-3 ദിവസങ്ങളിലല്ലാതെ അവരുടെ മുന്നിൽ വെച്ച് ആ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ആത്മസംതൃപ്തി നൽകുന്നത്. കാരണം അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളും അവരുടെ മുന്നിൽ നിന്നും പറഞ്ഞിട്ടില്ല. അവരടുത്ത് നിൽക്കുമ്പോൾ പോലും അവരുടെ അതിജീവനത്തിലുള്ള വാക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവരെ വീണ്ടും ആ ദുരന്തം ഓർമ്മിപ്പിക്കുക എന്നുള്ളതല്ല, അവരെ അതിജീവിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം സർക്കാർ സാക്ഷാത്കരിക്കുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവരെ വീണ്ടും വീണ്ടും ദുരന്തം ഓർമ്മിപ്പിക്കുകയല്ല വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അന്ന് ആ 12 ദിവസം ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസങ്ങളായിരുന്നു എന്ന് സങ്കല്പിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ കാണുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും പക്ഷേ ഈ അടുത്ത ദിനങ്ങളിലായി ആ ഒരു ദിനങ്ങൾക്ക് വിട പറയുമ്പോൾ ഇത്രയും സന്തോഷിക്കാനുള്ള വകയല്ല, എന്നാൽ പോലും ആശ്വാസകരമായ ദിനങ്ങളാണ് അവരെ ഈ ഒരു കൂടിനുള്ളിലേക്ക് ആക്കുന്നു എന്നുള്ളത്. അതും വളരെ സന്തോഷത്തോടു കൂടി ഏത് മനുഷ്യനും ആശ്വസിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ഒരു ജനതയെ പ്രാപ്തമാക്കുന്നു. അത് വലിയ ഒരു കാര്യമാണ്. അത് എല്ലാ ലോകത്തിൽ ഇനി ഇതിന്റെ പിന്നോട്ടൊരു യാത്രയില്ല, ഇതിൽ മുന്നോട്ടുള്ള യാത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളതിന്റെ മാതൃകയാണ് ഈ ടൗൺഷിപ്പ്. അതൊരു സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, എനിക്കറിയാം ഇവിടെ വന്ന ഓരോരുത്തരും, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഞങ്ങളോട് പറയുണ്ടായി അദ്ദേഹത്തിന് മാത്രം സാധിക്കാവുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി, സർക്കാരിന്റെ ഇച്ഛാശക്തി, മന്ത്രി രാജന്റെ ജനങ്ങളോടുള്ള ഇടപെടൽ, ഇതൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്.